നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ പെരട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആവശ്യമായിട്ട് എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതാണ്: 1 കിലോ ചിക്കൻ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കറി മസാല. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള ചേരുവകൾ പറഞ്ഞാൽ. കുറച്ച് ഉപ്പ് കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനിലോട്ട് തട്ടിക്കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അടിപൊളിയായിട്ട് ഇളക്കി നല്ല റെഡിയാക്കി വെക്കാം. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മളിത് ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ടാണ് നമ്മളിനി ഇത് റെഡിയാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചൊരു ആവശ്യത്തിന് ഒരു ചിക്കൻ നല്ല രീതിയിൽ ഒരുപാട് അങ്ങ് പൊരിക്കണ്ട, ഒരു മീഡിയം ഒരു പൊരിപ്പിന് നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അതൊരു ചെറിയ തീയിൽ വെച്ച് ഒന്ന് പൊരിച്ച് നല്ല രീതിയിലൊന്ന് വരാം. പിന്നെ ഏകദേശം ചിക്കൻ ഫ്രൈ ഏകദേശം ഒന്ന് റെഡിയായിട്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇത് മതി, ഒരുപാടങ്ങ് പൊരിഞ്ഞു പോകണ്ട. നമുക്ക് ഈ ഒരു പരുവമാണ് നമുക്ക് കറക്റ്റ്. ഇതിലിപ്പോൾ അതൊക്കെ കോരി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ശരിയാക്കാനുള്ള പരിപാടികൾ നോക്കാം. നമ്മൾ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള മസാലക്കൂട്ടുകളെല്ലാം കൂടെ ശരിയാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോയ്ക്ക് മുകളിലോട്ടുള്ള കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളെ നോർമൽ എടുക്കുന്ന രീതിയിലുള്ള മസാലക്കൂട്ടുകളാണ് നമ്മൾ എടുത്തേക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് കറി മസാല, പിന്നെ കുറച്ച് ഈ പെരിഞ്ചീരകം പൊടിച്ചത് കൂടെ ഉണ്ട് കേട്ടോ, അതുകൂടെ ഉണ്ട്. ഒരു തക്കാളിയും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ്. നമ്മൾ ആദ്യം കുറച്ച് ഉള്ളി നമുക്ക് ഈ എണ്ണയിലോട്ട് തട്ടിക്കൊടുത്ത് കുറച്ചൊന്ന് നല്ല രീതിയിൽ ഒപ്പിച്ച് പോരാം. അപ്പോൾ കൊച്ചുള്ളിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇടാവുള്ളൂ, കാരണം ഒരുപാട് ഇട്ട് പോലും നമുക്ക് ലാസ്റ്റ് കറി ആകുമ്പോഴത്തേക്ക് വേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ മുളക് കൂടെ അതിലോട്ട് തട്ടി കൊടുക്കുക. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ പൊരിച്ച എണ്ണയും കൂടെ ആകുമ്പോഴത്തേക്ക് അതിലെ മസാലകളും എല്ലാം കൂടെ ഇതിൽ പിടിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ ഉള്ളിയിലും ഇതിലൊക്കെ പിടിച്ച് നല്ല വഴണ്ട് വരുമ്പോൾ നല്ല മണം ഉണ്ടാവും. 2 തക്കാളിയുണ്ട്. അപ്പോൾ ഇതിലോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു 2 തക്കാളിയുണ്ട്. ആ 2 തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. നമുക്ക് മസാലയൊന്നും ചേർത്തിട്ടില്ല. അതാ പൊരിച്ചതിൻ്റെ മസാല അതിൽ കിടക്കുന്നത് കൊണ്ട് ഈ രീതിയിൽ കളർ വരുന്നതാണ്. ഇനി നമുക്ക് ബാക്കി എടുത്ത് വെച്ചേക്കണ പൊരിച്ച് വെച്ചേക്കണ ചിക്കൻ നമുക്ക് അതിലോട്ട് തട്ടിക്കൊടുക്കാം. ചിക്കനൂടെ തട്ടിക്കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികൾ കരിഞ്ഞ് മൂത്ത് പോകില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മളതിൽ ചിക്കനിൽ മസാല തേച്ച് പൊരിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാല ഇതിലോട്ട് തട്ടിക്കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ച് ചെറിയ കുറച്ച് ആവശ്യത്തിനാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും. ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ ആൾറെഡി നമ്മൾ പൊരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടിട്ട് വേവിക്കേണ്ട. ഇത് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിണ്ടി നമുക്ക് ഈ കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വരട്ടി വരണ്ടിരിക്കുക. കുറച്ച് വെള്ളം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം, നമ്മൾ ആ മസാല എടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം അതിനോട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊരു കുഴമ്പ് പരുവത്തിൽ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. അത് നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് ഇറക്കാം. എന്നിട്ട് നല്ല പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല വേഷമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.